സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ടറി ലെവൽ നോക്കുകയാണെങ്കിലും കസാക്കിസ്ഥാനിൽ ഏതാണ്ട് 10 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്ന് MBBS പഠിക്കാൻ സ്റ്റുഡൻസ് പോയി അവിടെ പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമുക്കൊരു ഫീഡ്ബാക്ക് തഷ്കന്തിൽ നിന്ന് കിട്ടാൻ മിനിമം 2028 വരെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ECFMGയുടെ അപ്രൂവൽ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ സൗത്ത് കസാക്ക് മെഡിക്കൽ അക്കാഡമി ECFMGയുടെ ലിസ്റ്റിലുണ്ട്. കൂടാതെ കസാക്കിസ്ഥാനിലത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇത്തരം ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫീസ് ആണെങ്കിലും ലിവിംഗ് എക്സ്പെൻസ് ആണെങ്കിലും സേഫ്റ്റി സെക്യൂരിറ്റി റീസൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ തഷ്കന്തും ഷിംകന്തും സെയിം തന്നെയാണ്. ഈ 2 യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഡ്യൂറേഷൻ ഓഫ് പ്രോഗ്രാം, ECFMG അപ്രൂവൽ, NMC ഗൈഡ് ലൈൻസ്, ഫാക്കൽറ്റി സപ്പോർട്ട്, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ സൗത്ത് കസാക്ക് മെഡിക്കൽ അക്കാഡമിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഈ 2 യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമിയുടെ മാത്രം പ്രത്യേകതയാണ് 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന MBBS പ്രോഗ്രാം. രണ്ടാമത്തേത് ECFMG അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി. മൂന്നാമത്തേത് NMC ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരേ ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യം. അതുകൊണ്ട് തന്നെ MBBS പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമി.